ചേച്ചിയെ പറ്റിക്കോണോടാ? മോണ ചേച്ചി തന്നെ ഒരിക്കലും വിടത്തില്ലടാ. എന്നെ കണ്ട സെക്സി ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? നിങ്ങളുടെ കൂടെ ഞാനോ? അതെന്താ എന്നെ കണ്ടിട്ട് നിനക്ക് മൂഡ് വരുന്നില്ലേ? ഇപ്പൊ വരുന്നുണ്ടോ? അയ്യോ മാഡം, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോ എങ്ങനെയാടാ നിനക്ക് എന്റെ പൈസ എടുത്തോണ്ട് പോകാൻ ധൈര്യം തോന്നിയത്? ബാസ്റ്റേഡ്, എന്റെ 50 ലക്ഷം രൂപയാ നീ. എന്നോട് തെറ്റ് ചെയ്യുന്നവരാര് തന്നെ ആയാലും അവരിരിക്കേണ്ട ഇടം ഇവിടെ ഒന്നും അല്ല. വന്നത് നല്ല സാധന. എല്ലാം സൂക്ഷിച്ച് ഹൈദരാബാദിലേക്ക് അയച്ചേക്ക്. ചേച്ചി, ഈ പോലീസുകാരുടെ ഒക്കെ ശല്യം വളരെ കൂടി വരുന്നുണ്ട് കേട്ടോ ചേച്ചി. അവരുടെ കണ്ണ് വെട്ടിച്ച് പോകുന്നതല്ലേ നമ്മുടെ ടാലന്റ്. ഹലോ MP, എന്നെ കോർപ്പറേറ്റ് ആയിട്ട് എപ്പോഴാ മാറ്റുന്നേ? ഇനി കോർപ്പറേറ്റ് ഒക്കെ എന്തിനാ? നമ്മൾ ഡ്രഗ്സിൽ എന്നെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നില്ലേ? പണം വേറെ, രാഷ്ട്രീയം വേറെ. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നെ ഞാനൊരു സ്ഥാനാർത്ഥിയാക്കിയിരിക്കും. ഓക്കെ ഡാർലിംഗ്? താങ്ക് യു ഡാർലിംഗ്. ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ വീണയുടെ റീൽസ് എടുക്കാൻ പോവുകയാണ്. റെഡിയാണോ? చూస్తారు పొట్టి పొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు. ఒక కాదు కౌను కాదు కట్టులోన ఏముంది, మీ కళ్ళల్లోనే అంతా ఉంది. మీ మగ బుద్ధి వంకర బుద్ధి. ఊ అంటవా అమ్మవా, ఊ అంటవా అమ్మవా. പോയല്ലോ. എന്താ ഇത്? വീട്ടിൽ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലേ? ആക്ടിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛാ. ഈ ഭ്രാന്തൊക്കെ കളഞ്ഞിട്ട് വാ എൻ്റെ കൂടെ, ഞാൻ കോളേജിൽ വിട്ടേക്കാം. ആ വാ. ഫോൺ ഇങ്ങത്താടാ. ഒരു മിനിറ്റ്. ഹലോ. ആക്ടിങ്ങോ? ആ ഓക്കെ ഓക്കെ. ക്യാരക്ടർ ഡീസന്റ് ക്യാരക്ടർ അല്ല. അയ്യോ, എനിക്ക് പേയ്മെന്റ് ഒന്നും പ്രശ്നമല്ല. ക്യാരക്ടർ ഡീസന്റ് ആയിരുന്നാൽ മാത്രം മതി. ശരി, ഞാനിപ്പോൾ ലൈബ്രറിയിലാണ്. ഒരു 1 അവറിൽ വന്നാൽ പോലെ. നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലെ എൻ്റെ ആളുകൾ ഫയൽ കൊണ്ടുവന്നപ്പോൾ ഒപ്പിടാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നറിഞ്ഞോ? നിങ്ങൾ പറയുന്നത് ആ മീറ്റ് ഫാക്ടറിനെ പറ്റിയല്ലേ? അതെ. നിങ്ങൾ യാനത്തിലുള്ള 20 ഏക്കറും മീറ്റ് ഫാക്ടറിക്ക് വേണ്ടി ചോദിക്കുക അല്ലേ? ഞാൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കാലങ്ങളായി ആ സ്ഥലം മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവർ അവരോട് ഞാൻ കാണിക്കുന്ന അന്യായിരിക്കും. ഞങ്ങളുടെ കച്ചവടം കാരണം അവർക്കെന്താണ് നഷ്ടം? മീറ്റ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം കാരണം കാറ്റെല്ലാം വിഷമായി പോകും. അതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ രോഗത്തിൽ അടിമപ്പെടും. ശരി, ഇതെല്ലാം എന്തിനാ? കൊടുക്കാം. പിന്നെന്താ? നിങ്ങൾ ചോദിച്ചത് മീറ്റ് ഫാക്ടറി, അതായത് ഏത് തരത്തിലുള്ള മാംസങ്ങൾ വറുത്ത് വിദേശത്ത് കയറ്റി അയക്കുന്ന വൃത്തികെട്ട വ്യാപാരം. അതുപോലുള്ള വ്യാപാരങ്ങളൊക്കെ ഈ സ്ഥലത്ത് തരാൻ പറ്റാത്തത്. അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രം എന്ന് വെച്ചാൽ പവിത്രമല്ലേ? അതുകൊണ്ട് അവിടെ പെർമിഷൻ തരില്ല.
എന്തടാ ഈ പറഞ്ഞതെല്ലാം കേൾക്കുന്നത് കൊണ്ട് എന്ത് വേണമെങ്കിലും പറയാവുന്നതാണോ? ഞങ്ങൾ ആരാന്നറിയോ? ലാലപ്പൻ, കിങ് ഓഫ് യാനം. ഇനിയും ഒപ്പിടാൻ നീ വൈകിയാലേ നിനക്ക് സംസാരിക്കാൻ തലയുണ്ടാവില്ല. നിങ്ങൾ എന്നെ കൊന്നുകളെന്ന് പറഞ്ഞാലും ഞാൻ ഒപ്പിട്ട് തരില്ല. എടാ നീ ഒപ്പിടുകയല്ലേ? നാറി ഒപ്പിടാം. പറഞ്ഞത് കേൾക്കുന്നില്ലേ? പോടാ, പോ. വീണയുടെ ഒപ്പം റൊമാൻറ്റിക് ഷോർട്ട് ഫിലിം എടുത്ത് യൂട്യൂബിൽ ഇട്ടാൽ 10 മില്യൺ വ്യൂസ് നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം, വീണയ്ക്ക് ഒരിക്കലും അറിയാൻ പാടില്ല നമ്മൾ ബെഡ് സീൻ എടുക്കാൻ പോകുന്നെന്ന്. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ. ഹായ് വീണ, അകത്ത് വാ. ഹലോ. ഇതാണ് നമ്മുടെ ഹീറോ. ഇവനാണോ ഹീറോ? മുഖം കണ്ട മര്യാദയ്ക്ക് ഡയലോഗ് പോലും പറയില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ ബെഡ് സ്റ്റാറാ. എനിക്ക് ഡയലോഗിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ കിടന്നാ മാത്രം മതി. 10 years എക്സ്പീരിയൻസാ. പെണ്ണ് ഫ്രഷ് ആണോ? വീട്ടിൽ ആദ്യമായിട്ടാണെന്ന് തോന്നല്ലോ. വാട്ട്? അതായത് മാം, ഈ സീനിൽ ഡയലോഗ് ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. ഓ ശരി, സ്റ്റോറി എന്താണ്? ഇപ്പോഴത്തെ സീൻ എന്താ? ഫസ്റ്റ് നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ബെഡ് ഷെയറിംഗ് സീനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഈ ബെഡ് സീൻസ് മാത്രമല്ലേ? വേണ്ട, എനിക്കെന്തോ ഡൗട്ട് തോന്നുന്നുണ്ട്. നിങ്ങളെന്തോ പ്ലാൻ ചെയ്യുന്ന പോലുണ്ടല്ലോ. അങ്ങനെയൊന്നും ഒന്നുമില്ല വീണ മാം. ഛേ, എനിക്കിതൊക്കെ മനസ്സിലാവും. നീ വിചാരിക്കണ പോലെ അത്ര ചീപ്പല്ല ഞാൻ. വേസ്റ്റ് വീണ വീണ ഛേ. എടാ, ആ പെണ്ണത്തെ പോയി കളഞ്ഞേ. അപ്പൊ ഞാൻ ആരോടാ ബെഡിൽ റൊമാൻസ് ചെയ്യുന്നേ? ആ കട്ടിലുണ്ടല്ലോ, അവിടെ കിടന്ന് ചെയ്യ്. ഹായ് സർ, ഞാൻ ഇറങ്ങി. എങ്ങോട്ടാ വരണ്ടേ? സഞ്ജയ് ഹോട്ടലിൽ വന്നേക്കൂ. ഓക്കെ സർ, ഐ എം കമ്മിങ്. എന്തൊരു നാറ്റം അത്. എന്താണ് ഇത്? ഡ്രഗ്സ് എവിടെ നടാ? ഡ്രഗ്സോ? എവിടെ നിന്നാണ് നിനക്ക് ഇത് കിട്ടിയത്? സാർ എന്തായി പറഞ്ഞേ? വെളിയിറങ്ങടാ, വെളിയിറങ്ങ. എവിടെ നടാത്? എടീ, ഡ്രഗ്സ് എവിടെ നിന്നാണ്? സർ, ഡ്രഗ്സിന്റെ കാര്യം drugs ചോദിച്ചേ. നീ വാ, എന്തിനാ സർ? സാറിനെ കാണാം. വാ. സർ, നീ എന്തിനാ മര്യാദയ്ക്ക് സർ? വന്നേ. ഇങ്ങോട്ട് കാറുക. സർ, അണ്ണ അങ്ങോട്ട് പോ. ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. സാറിന്റെ കാറിന് കിട്ടിയ ഡ്രഗ്സ് ആണ് സാർ. സാർ, ഇതിലും എനിക്ക് ഒരു ബന്ധമില്ല സാർ. ഇതെങ്ങനെ എൻ്റെ കാറിനകത്ത് വന്നു എന്ന് എനിക്ക് അറിയില്ല സാർ. എന്താടാ, ഞങ്ങളെ ഫൂളാക്കുവാണോ? എവിടെ നിന്ന് വന്നെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അവനെ വണ്ടി കയറ്റേ. ലക്ഷ്മൺ, വണ്ടി എടുക്ക. സാർ, പറയുന്നത് കേൾക്ക് സാർ. സാർ, സാർ ഒന്ന് പറയുന്നത് കേൾക്ക് സാർ. സാർ, എന്നെ വിട് സാർ. അല്ലെങ്കിൽ പിന്നെ നീ ഒന്ന് രക്ഷപ്പെടുകടാ. ഇതൊക്കെ എത്ര നാളായിട്ട് നടക്കുവാ പറയാൻ? ഒന്നല്ല, രണ്ടല്ല, 5, 25 കോടി രൂപ വില വരുന്ന 5 കിലോ ഹെറോയിൻ. അത്രയ്ക്ക് വലിയ സ്റ്റോക്കോ? ഇതിന്റെയൊക്കെ പുറകിൽ ആരാടാ ഉള്ളേ പറയാൻ? സത്യമായിട്ട് പറയാ സാർ, അതിനും എനിക്ക് ഒരു ബന്ധവുമില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ. അതെയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാറിനകത്ത് ഇത് എങ്ങനെയാടാ വന്നേ? സത്യമായിട്ട് എനിക്ക് അറിയില്ല സാർ. വെറുതെ കഥ ഇറക്കുന്നോടാ. നിന്റെ എല്ലാം തല്ലി ഓടിച്ചോളെ ഞാൻ. രമണ, ഞാൻ ഒരാളെ പറഞ്ഞേക്കുന്നുണ്ട്. എന്താ കാര്യം നോക്ക്. ശരി ചെല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വരാം സാർ. എന്താടാ? ചേട്ടാ, ഫാക്ടറി ബന്ധപ്പെട്ട ഒപ്പ് കാര്യം തെളിച്ച് പറയടാ. ഞാൻ നേരിട്ട് പോയി ബാൻ ചെയ്തിട്ട് പോലും അയാൾ ഒപ്പിടില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഒന്ന് നിർത്തണ്ട. ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്നാ മതി. ഒരു പണി നടക്കില്ല ഇവിടെ. ഈ ലാലപ്പയെ കുറിച്ച് അറിയില്ല അവന്. ഇവിടെ തൽക്കാലം ലാലപ്പയുടെ നിയമം നടന്നാൽ മതി, അല്ലാതെ അവന്റെ നിയമം വേണ്ട. ഏട്ടാ, നിങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവന് യാതൊരു ഭയവുമില്ല. ഇവിടെ പുതിയ ആളാണ് അവൻ. അതേട്ടാ. വണ്ടി എടുക്ക്, നമുക്കൊന്ന് പോയി കാണാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ലാലപ്പ. നിങ്ങളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് എന്ത് ആവശ്യമുണ്ടായിരുന്നാലും ഇവിടുന്ന് ഓഫീസർമാർ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഇതാദ്യമായിട്ടാണ് എൻ്റെ ആവശ്യത്തിന് നിങ്ങളുടെ ഓഫീസിലേക്ക് എനിക്ക് വരേണ്ടി വന്നത്. അതിന് നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റൂ. അതൊക്കെ വിട് സാറേ. എൻ്റെ അനിയൻ വന്നൊരു ഒപ്പിടാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞ് അതിന്
ഇപ്പൊ ഞാനാ പറയുന്നേ, ഒപ്പിട്. നീ പറഞ്ഞാലും പറ്റില്ല. എന്തു ചെയ്യും? തനിക്ക് കാശ് എന്തെങ്കിലും വേണമെങ്കിൽ പറ. അതൊന്നും എനിക്ക് വേണ്ട. വേറെ? അപ്പോ സാറിനോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നല്ലതുപോലെ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫയലിൽ തനിക്ക് ഒപ്പിടാൻ പറ്റിയാൽ മര്യാദയ്ക്ക് വീട്ടിൽ ചെന്ന് കയറാം. അല്ലെങ്കിൽ ഒരു ഫോട്ടോ മാത്രമേ എത്തൂ. സാറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നേ. ഇനി പറ്റില്ലെന്നൊന്നും പറയില്ല. പിന്നെ നീ എന്നെ കൊന്നു കളിയെന്ന് പറഞ്ഞ ഒപ്പിട്ട് തരുമെന്ന് വിചാരിച്ചോ? എന്റെ സർവീസിൽ നിന്നെ പോലത്തെ ഒരുപാട് പേരെ കണ്ടതാ. എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ ഓഫീസ് സമയം കഴിഞ്ഞു. കൃഷ്ണ, ഇന്ന് ഓഫീസ് മുഴുവൻ ഒരുപാട് അഴുക്കായി. എല്ലാം ക്ലീൻ ചെയ്യും.